വൈകുന്നേരങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ശർക്കര പാനിയാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ശർക്കര പാനി തയ്യാറാക്കിയിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങ നെയ്യിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിന് ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി ആ ഒരു നെയ്യിൽ വണ്ടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ളോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ള് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. പക്ഷെ അവർ പൊതുവെ കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു എള്ള്. അപ്പോൾ ഇങ്ങനത്തെ പലഹാരങ്ങളിലൊക്കെ എള്ള് ചേർക്കുമ്പോൾ ആ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എള്ളൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരും. ആ ഒരു സമയം വരെ മാത്രം ഇത് മൂപ്പിച്ചെടുത്താൽ മതി. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത്. നേർത്ത അവിലാണ് എടുത്തിരിക്കുന്നത്. നേർത്ത അവിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെളുത്തതോ ബ്രൗൺ നിറത്തിലുള്ളതോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. നേർത്തതാകുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നേർത്തത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത് നെയ്യിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു അളവിന് ഈ ഒരു പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം. നോക്കൂ, എൻ്റെ ശർക്കരയിൽ ഒട്ടും തന്നെ അഴുക്കില്ലാന്ന് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഒരുപാട് പേര് ശർക്കര ഞാൻ ഡയറക്റ്റ് ചേർക്കുമ്പോൾ ചോദിക്കാറുണ്ട് അഴുക്കുണ്ടാകില്ലെന്ന്. ഈ ഒരു ശർക്കരയിൽ അഴുക്ക് പൊതുവേ ഉണ്ടാവാറില്ല. പാരീസിന്റെ ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ശർക്കര പാനി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് അവൽ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അവൽ റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് കുഴഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും എള്ളിന്റെയും മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടം പൊടിച്ചതായതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് മാറി ഒരു കൂട്ടിന്റെ പാകത്തിലേക്കായി വരുന്ന ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലഡുവിന്റെ ഷേപ്പ് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ തവിയിൽ ഒരു അല്പം നെയ്യാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും കാണുമ്പോൾ മണ്ണപ്പൊക്കെ ചുട്ട പോലെ ഉണ്ടല്ലേ, പണ്ട് ചിരട്ടയിലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറും നിറയും. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന അവിൽ അങ്ങനെ കുഴഞ്ഞു പോയ പോലെ ഒന്നല്ല ഉണ്ടാകുക. കുറച്ച് നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.